മെറി ബോയ് ഐസ്ക്രീമിന്റെ കഥ കേരളത്തിലെ ഓരോ വീട്ടിലും ഒരു മധുരമുള്ള ഓർമ്മയാണ്. ഒരു കാലത്ത് കേരളത്തിലെ ഐസ്ക്രീം വിപണിയിൽ ഒരു വലിയ ശക്തിയായിരുന്ന മെറി ബോയ് പിന്നീട് രണ്ട് വ്യത്യസ്ത ബ്രാൻഡുകളായി പിരിഞ്ഞത് പലർക്കും ഒരു ഞെട്ടലായിരുന്നു. ഒരു സാധാരണ ഐസ്ക്രീം ബ്രാൻഡ് എന്നതിലുപരി ഗുണമേന്മയിലും പുതുമയിലും ഊന്നൽ നൽകി മെറി ബോയ് എങ്ങനെയാണ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയതെന്നും പിന്നീട് ആ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ എങ്ങനെ ഈ ബ്രാൻഡിനെ രണ്ടായി വിഭജിച്ചു എന്നും നമുക്ക് നോക്കാം. ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെ വളരുന്നു, അത് നേരിടുന്ന തടസ്സങ്ങൾ, ഒടുവിൽ ഒരു പുതിയ തുടക്കം എന്നിവ ഈ കഥ വ്യക്തമായി കാണിക്കുന്നു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ആൻഡ് യു ആർ വാച്ചിങ് ടോക്സ് ബൈ രഞ്ജിത് കൃഷ്ണൻ. മെറി ബോയ് ഐസ്ക്രീമിന്റെ കഥ ആരംഭിക്കുന്നത് 1990-കളിൽ കസിൻസ് ഗ്രൂപ്പ് എന്ന പേരിൽ 5 അടുത്ത ബന്ധുക്കളായ കുടുംബങ്ങൾ ചേർന്ന് ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതോടെയാണ്. ഇവർക്ക് പ്ലാസ്റ്റിക് മോൾഡിംഗ് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. 1995 മുതൽ കേരളത്തിലെ മൊത്ത വ്യാപാര വിപണിയിൽ ഇവർ സജീവമായിരുന്നു. ഈ കൂട്ടായ്മയുടെ ഭാഗമായാണ് 2003-ൽ ഐസ്ക്രീം നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാലടിയിലായിരുന്നു മെറി ബോയിയുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. തുടക്കം മുതൽ മെറി ബോയ് ഗുണമേന്മയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ഡെൻമാർക്കിലെ പ്രശസ്തമായ ടെട്രാപാക്ക് ഹോയറിൽ നിന്നുള്ള ആധുനിക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാണ് മെറി ബോയ് ഐസ്ക്രീം നിർമ്മിക്കാൻ തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി ഉൽപ്പന്ന വിതരണക്കാരായ ടെട്രാപാക്ക് ഇന്ത്യ ലിമിറ്റഡ് അവരുടെ ടെക്നിക്കൽ അഡ്വൈസേഴ്സായും ക്വാളിറ്റി കൺസൾട്ടൻസുമായും പ്രവർത്തിച്ചു. ഇത് മെറി ബോയ്ക്ക് തുടക്കം മുതൽ ഒരു അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കാൻ സഹായിച്ചു. പ്രാദേശിക കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന ശുദ്ധമായ പാൽ ഉപയോഗിച്ചാണ് മെറി ബോയ് ഐസ്ക്രീം നിർമ്മിക്കുന്നത്. തുടർന്ന് പാൽ കർശനമായ ക്വാളിറ്റി ടെസ്റ്റ്, പാസ്ചറൈസേഷൻ, ഹോമജനൈസേഷൻ തുടങ്ങിയ പ്രോസസ്സുകളിലൂടെ കടന്നുപോകുന്നു. ഐസ്ക്രീം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ മെറി ബോയ്ക്ക് സ്വന്തമായി റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് മികച്ച ഗുണനിലവാരമുള്ള ക്രീമും വെണ്ണയും ശേഖരിച്ചു. റോ മെറ്റീരിയൽസും ഫിനിഷ് ഗുഡ്സും പരിശോധിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലബോറട്ടറിയും അവർക്കുണ്ടായിരുന്നു. ഒരു സെൻസിറ്റീവ് ഫുഡ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിനാൽ പ്ലാന്റിന്റെ ശുചിത്വത്തിനും ആരോഗ്യത്തിനും അതീവ ശ്രദ്ധ നൽകി. ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് റോ മെറ്റീരിയൽ ശേഖരിക്കുന്നത് മുതൽ ഉൽപ്പന്നം വിതരണം ചെയ്യുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ക്വാളിറ്റി പോളിസീസ് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി. ഇതിന്റെ ഫലമായി എറണാകുളത്തെ ഫാക്ടറിക്ക് ബ്യൂറോ വെറിറ്റാസിൽ നിന്ന് ISO 22000-2005 സർട്ടിഫിക്കേഷൻ ലഭിച്ചു. അവരുടെ മറ്റു ഫാക്ടറികൾക്കും ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലായിരുന്നു. മെറി ബോയ് അതിവേഗം കേരളത്തിലെ ഐസ്ക്രീം വിപണിയിൽ ഒരു പ്രധാന ശക്തിയായി മാറി. 2006-ൽ കോഴിക്കോട്ടെ കിൻഫ്ര ഫുഡ് പ്രോസസിംഗ് പാർക്കിൽ രണ്ടാമത്തെ ഫാക്ടറി ആരംഭിച്ചു. ഇത് വടക്കൻ കേരളത്തിലെ വിപണി ആവശ്യകതകൾ നിറവേറ്റാൻ സഹായിച്ചു. 2010 ഏപ്രിലിൽ തിരുവനന്തപുരത്ത് മൂന്നാമത്തെ ഫാക്ടറിയും 2012 മാർച്ച് 28-ന് കണ്ണൂരിൽ നാലാമത്തെ ഫാക്ടറിയും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ മെറി ബോയിയുടെ വാർഷിക ഉൽപാദന ശേഷി 8 ദശലക്ഷം ലിറ്ററായി വർദ്ധിച്ചു. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയുടെ ചില ഭാഗങ്ങളിലും മെറി ബോയ് സാന്നിധ്യം ഉറപ്പിച്ചു. ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾ, ഒബറോൺ മാൾ പോലുള്ള എറണാകുളത്തെ പ്രധാന മാളുകളിലും വീഗാലാൻഡ്, കോഴിക്കോട്ടെ RP മാൾ, കോട്ടയത്തെ ബേക്കർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും മെറി ബോയ്ക്ക് സ്വന്തമായി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു. 130ഓളം വിതരണക്കാരും 4000ഓളം ഡീലർമാരും ഉൾപ്പെടുന്ന ഒരു വലിയ വിതരണ ശൃംഖല മെറി ബോയ്ക്ക് ഉണ്ടായിരുന്നു. മെറി ബോയിയുടെ പ്രധാന മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഒന്ന് റിയൽ ഐസ്ക്രീം എന്ന ആശയം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. പല ബ്രാൻഡുകളും ഫ്രോസൺ ഡെസേർട്ട് വിൽക്കുമ്പോൾ മെറി ബോയ് ശുദ്ധമായ പാൽക്കൊഴുപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഐസ്ക്രീമാണ് വിൽക്കുന്നതെന്ന് അവർ ഊന്നി പറഞ്ഞു. വെജിറ്റബിൾ ഫാറ്റ് ഉപയോഗിക്കുന്ന ഫ്രോസൺ ഡെസേർട്ടുകളെക്കാൾ ആരോഗ്യകരമാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്ന് അവർ പ്രചരിപ്പിച്ചു. ഈ പ്രചാരണം ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും മെറി ബോയ്ക്ക് റിയൽ ഐസ്ക്രീം എന്ന നിലയിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തു. പുതിയതും വ്യത്യസ്തവുമായ ഫ്ലേവറുകൾ അവതരിപ്പിക്കുന്നതിലും മെറി ബോയ് ശ്രദ്ധിച്ചു. കിവി, ലിച്ചി, ഫോറസ്റ്റ് ബെറി, ചിക്കു, ചത്ത, ഇളനീർ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന ഫ്ലേവറുകൾ അവർക്കുണ്ടായിരുന്നു. മാമ്പഴം, ബട്ടർ സ്കോച്ച്, പൈനാപ്പിൾ, ബ്ലാക്ക് കറന്റ് എന്നിവയ്ക്ക് പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയും അവർ വികസിപ്പിച്ചു. 2012 അവസാനത്തോടെ 100% പ്രകൃതിദത്ത നിറങ്ങളിലേക്ക് മാറാനും അവർ ലക്ഷ്യമിട്ടു. മലയാള സിനിമയിലെ ലേഡി സൂപ്പർസ്റ്റാർ മഞ്ജു വാര്യർ 2013-ൽ മെറി ബോയിയുടെ ബ്രാൻഡ് അംബാസഡറായി എത്തിയത് ബ്രാൻഡിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മഞ്ജു വാര്യരുടെ മുഖം മെറി ബോയ്ക്ക് ഒരു ഫാമിലി ലൈക്ക് അടുപ്പം നൽകി. മഞ്ജു ചേച്ചിയെ ഒരു കുടുംബാംഗം പോലെയാണല്ലോ പല മലയാളികളും കാണുന്നത്. മെറി ബോയ് ഐസ്ക്രീം വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നത്. മെറി ബോയ് ബ്രാൻഡിന്റെ പ്രൊമോട്ടർമാർക്കിടയിൽ, അതായത് കസിൻസ് ഗ്രൂപ്പിലെ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായി. ഈ തർക്കങ്ങൾ രൂക്ഷമാവുകയും ഒടുവിൽ 2022 ഫെബ്രുവരിയിൽ മെറി ബോയ് ഐസ്ക്രീമിന്റെ ഉൽപാദനം നിർത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ വാർത്ത ഐസ്ക്രീം പ്രേമികളെയും വിപണിയെയും ഞെട്ടിച്ചു.
കുടുംബത്തിലെ 5 പങ്കാളികളിൽ ഒരാളായ ജോസഫ് മെർസലി കടമ്പുക്കാട്ടിൽ ഒരു പുതിയ ബ്രാൻഡുമായി മുന്നോട്ട് വരാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മിഡിൽ നെയിമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം മെർസലീസ് എന്ന പേരിൽ പുതിയ ഐസ്ക്രീം ബ്രാൻഡ് ആരംഭിച്ചു. മെറി ബോയിയുടെ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ഫാക്ടറികൾ മെർസലീസിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കി. കൂടാതെ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ അദ്ദേഹം ഒരു പുതിയ അത്യാധുനിക ഫാക്ടറിയും സ്ഥാപിച്ചു. മലയാള സിനിമയിലെ യുവതാരം ദുൽഖർ സൽമാനെ മെർസലീസിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചു. 2022 ഫെബ്രുവരിയിൽ ഈ വാർത്ത പുറത്തു വന്നതോടെ മെറി ബോയിയുടെ പിളർപ്പ് പരസ്യമായി. അതേസമയം മെറി ബോയിയുടെ മറ്റ് 4 പ്രൊമോട്ടർമാർ ചേർന്ന് മറ്റൊരു പുതിയ ബ്രാൻഡ് ആരംഭിക്കാൻ തീരുമാനിച്ചു. അവർ മെറി ക്രീം എന്ന പേരിൽ ഒരു പുതിയ ഐസ്ക്രീം ബ്രാൻഡ് പുറത്തിറക്കി. എറണാകുളം ഒക്കലിലെ ന്യൂട്രി ക്രീംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലായിരുന്നു ഇത്. ആലുവയിൽ പുതിയ ഫാക്ടറി കമ്മീഷൻ ചെയ്തുകൊണ്ടാണ് ഇവർ ഉൽപാദനം ആരംഭിച്ചത്. മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളായ ഫഹദ് ഫാസിലിനെയും ഭാര്യ നസ്രിയ നസീമിനെയും മെറി ക്രീമിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി നിയമിച്ചു. മെറി ബോയിയുടെ പിളർപ്പിന് ശേഷം ഉടലെടുത്ത ഈ 2 ബ്രാൻഡുകൾക്കിടയിൽ കടുത്ത മത്സരം ആരംഭിച്ചു. എന്നാൽ മെറി ക്രീമിന് ഒരു നിയമപരമായ വെല്ലുവിളി നേരിടേണ്ടി വന്നു. മെറി ക്രീം എന്ന പേര് മെറി ബോയ് എന്ന പേരിനോട് സാമ്യമുള്ളതാണെന്നും ഇത് ഉപഭോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു. 2022 ഓഗസ്റ്റ് പകുതിയോടെ മെറി ക്രീമിന്റെ വിതരണം കോടതി തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. മെറി ബോയിയുടെ ഉടമകൾ 2022 ഫെബ്രുവരിയിൽ ഉൽപാദനം നിർത്തിയെന്നും മെറി ക്രീമിന്റെ വിതരണം കോടതി നിരോധിച്ചുവെന്നും പരസ്യം നൽകി. ഈ നിയമപരമായ തിരിച്ചടിക്ക് ശേഷം മെറി ക്രീം തങ്ങളുടെ പേര് മാറ്റാൻ നിർബന്ധിതരായി. അങ്ങനെ മെറി ക്രീം കാമറിയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2022 നവംബർ ആദ്യവാരം മലയാളം ദിനപത്രങ്ങളിൽ മുഴുവൻ പേജ് പരസ്യങ്ങളുമായി കാമറി തങ്ങളുടെ പുതിയ പ്രചരണത്തിന് തുടക്കമിട്ടു. അങ്ങനെ മെറി ബോയ് എന്ന ഒരൊറ്റ ബ്രാൻഡ് അതിന്റെ അന്ത്യത്തിൽ മെർസലീസ്, കാമറി എന്നിങ്ങനെ 2 പുതിയ ഐസ്ക്രീം ബ്രാൻഡുകൾക്ക് ജന്മം നൽകി. മെറി ബോയ് എന്ന ബ്രാൻഡ് ഇല്ലാതായെങ്കിലും അതിന്റെ പാരമ്പര്യം പേറി മെർസലീസും കാമറിയും ഇന്നും കേരളത്തിലെ ഐസ്ക്രീം വിപണിയിൽ സജീവമായി മത്സരിക്കുന്നു. ഇരു ബ്രാൻഡുകളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിലും പുതുമയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ മെർസലീസിന്റെയും ഫഹദ് ഫാസിലും നസ്രിയ നസീമും കാമറിയുടെയും ബ്രാൻഡ് അംബാസഡർമാരായി തുടരുന്നത് വിപണിയിൽ ഒരു ബ്രാൻഡ് അംബാസഡർ യുദ്ധം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. മെർസലീസ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പ്രീബയോട്ടിക് ഫൈബറും പ്രോബയോട്ടിക് കൾച്ചറും ഉൾപ്പെടുത്തി ആരോഗ്യപരമായ ഗുണങ്ങൾക്കും ഊന്നൽ നൽകുന്നു. പ്രകൃതിദത്തമായ നിറങ്ങളും സ്വാദുകളും ഉപയോഗിക്കുന്നുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. കാമറിയും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിലും വൈവിധ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. മെറി ബോയിയുടെ പിളർപ്പിന് ശേഷം അതിന്റെ പഴയ വിതരണക്കാർക്കും ഡീലർമാർക്കും 2 പുതിയ ബ്രാൻഡുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഇത് വിപണിയിൽ ഒരു പുനഃക്രമീകരണത്തിന് കാരണമായി. എന്നിരുന്നാലും മെറി ബോയ് ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാക്കിയ വിശ്വാസവും ഗുണമേന്മയിലുമുള്ള പ്രതിബദ്ധതയും ഈ പുതിയ ബ്രാൻഡുകൾക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഐസ്ക്രീം വിപണിയിൽ ഇന്നും കടുത്ത മത്സരമാണ് നടക്കുന്നത്. പ്രാദേശിക ബ്രാൻഡുകൾക്കൊപ്പം ദേശീയ, അന്തർദേശീയ ബ്രാൻഡുകളും ഈ വിപണിയിൽ സജീവമാണ്. മെർസലീസും കാമറിയും തങ്ങളുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളെ ആകർഷിക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. മെറി ബോയ് എന്ന പേര് ഒരു ഓർമ്മയായി മാറിയെങ്കിലും അതിന്റെ രുചിയും ഗുണമേന്മയും മെർസലീസിലൂടെയും കാമറിയിലൂടെയും തുടരുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.